ഹലോ ഗൈസ്, അപ്പം നമ്മൾ കാത്തിരുന്ന നമ്മുടെ സ്നേഹയുടെ കല്യാണം അതാ ഇന്നാണ്. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റു. രാവിലെ എന്ന് പറയുമ്പോൾ ഒരു 8 മണി. അപ്പോൾ നീലൂട്ടൻ ഉറക്കമാണ്, വേറെ ആരും റൂമില്ല. ചേച്ചി താഴേക്ക് ഇറങ്ങിപ്പോയിരുന്നു. അപ്പം ഇരുട്ടൻ ഇടക്കിടത്ത് ഞാനൊന്ന് താഴെക്കൂടെ കറങ്ങി ഇങ്ങനെ വരാമെന്ന് വിചാരിച്ച് പോയി നോക്കുമ്പം കഴിഞ്ഞ ദിവസം കണ്ട സ്റ്റേജേ അല്ല. അങ്ങനെ മേലെ വന്നപ്പം ചേച്ചി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പോയി വേഗം ചായ കുടിച്ചു. സ്നേഹേൻ്റെയോ? സ്നേഹനെ ആരാ കെട്ടുന്നേ? അയ്യോ, അജുവിനെ അറിയൂലേ? ആരാ കെട്ടുന്നേ? അജുവിന്റെ ഫ്രണ്ടാ? അജുവിന്റെ ഫ്രണ്ടാ? നീലൂട്ടനെ ഏകദേശം കുളിപ്പിച്ചൊരുക്കി സൈഡാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനും ചേച്ചിയൊക്കെ ഒരുങ്ങാൻ നിന്ന്. ചേച്ചിയുടെ കാര്യം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു എന്നെ കൂട്ടാതെ താഴേക്ക് ഇറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല എന്ന്. അപ്പോൾ വേഗം മുല്ലയൊക്കെ വെച്ചെന്ന് അങ്ങനെ ഞാൻ താഴേക്ക് ഇറങ്ങി. അപ്പോൾ അതാ ദേവൂട്ടൻ ഒരുങ്ങി നിൽക്കുന്നുണ്ട് അവിടെ. ലുക്ക് മാറിയപ്പോൾ ആളെ മറന്നില്ലല്ലോ, പെണ്ണിൻ്റെ അനിയത്തി കേട്ടോ. അപ്പം അച്ഛനിതാ വരുന്നുണ്ട്. അച്ഛനൊന്ന് കറങ്ങി നടക്കാമെന്ന് വിചാരിച്ച് പോകുന്നതാണ്. അപ്പോൾ ദേവ് ഇതാ ഫ്രണ്ട്സിനോടൊക്കെ അങ്ങനെ സംസാരിച്ചൊക്കെ ഇതൊക്കെ എൻ്റെ ആരാധകരാണ്, ചേച്ചിയുടെ വീഡിയോസ് എപ്പോഴും കാണുന്ന ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരെ കൂടെ നിന്നൊരു ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്തു. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴല്ലേ നമുക്ക് മനസ്സിനൊരു സുഖം. അങ്ങനെ വീണ്ടും ഞാൻ മണ്ഡപം ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് പോന്നു. അപ്പം തിരുമേനിയുണ്ട്, പാട്ടിന് താളം പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ആൾ വരാൻ വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് പാവം. അങ്ങനെ മൂപ്പർ അവിടെ താളം പിടിച്ച് കുറേ നേരം ഇരുന്നു. അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഒരു ഫോട്ടോസൊക്കെ എടുത്തു വരാമെന്ന് വിചാരിച്ചു. പുറത്തേക്ക് ഞാൻ 2 ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചപ്പോഴേക്കും ഇത് എവിടെന്നാ പറഞ്ഞു വന്നതെന്ന് എനിക്കറിയാം. ഇത് മറ്റു 2 തെണ്ടികൾ ഉണ്ടപ്പൻ ഉണ്ടപ്പൻ ഉണ്ടപ്പാ. കഴിച്ചിട്ട് നമുക്ക് അങ്ങനെ എൻ്റെ എടുക്കലിനൊക്കെ ഒരു തീരുമാനമായി. കല്യാണം കഴിഞ്ഞൊരു കൊച്ചായി, എന്നാലും ഫോട്ടോ എടുക്കലിനൊരു കുറവുമില്ല. അങ്ങനെ എനിക്ക് വേണ്ട ഫോട്ടോയും കിട്ടിയില്ല. ഞാൻ പിന്നെ തിരിച്ചു പോന്നു. അപ്പോൾ പുറകെ വരുന്നു. ഫോട്ടോ ഒക്കെ എടുത്ത് വന്ന ക്ഷീണത്തിൽ അവിടെ കലക്കി വെച്ച വെള്ളമൊക്കെ ഞങ്ങൾ കുടിച്ചു. ഇനിയിപ്പോൾ ഒരു വരുമ്പോഴേക്കും വെള്ളം കൊടുക്കാൻ ഉണ്ടാകുമെന്നറിയില്ല, വേറെ കലക്കേണ്ടി വരാൻ മതി. അങ്ങനെ തിരുമേനിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സമയം ഏകദേശം നമുക്ക് ആവാറായിരിക്കുന്നു. എന്താണെന്നറിയില്ല, ഈ മണ്ഡപം ഒരുക്കി നന്നായിട്ട് എനിക്ക് അങ്ങോട്ട് ബോധിച്ചു. നല്ല ഭംഗിയുണ്ടായിരുന്ന കൃഷ്ണനീൻ്റെ അതിനൊക്കെ കാണാം. ഇനി ഞങ്ങൾ ചെറുക്കന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ്. എന്നാലല്ലേ നമുക്ക് പുതിയ കുറേ ആൾക്കാരെ കാണാൻ പറ്റുള്ളൂ. നമ്മളിവിടെ ഉള്ളവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെയുള്ളവരെ നോക്കാം. അങ്ങനെ കുറേ നേരം കാത്തിരിപ്പിന് ശേഷം ചെക്കൻ ഇങ്ങോട്ട് വന്നു. ചെക്കനും കൂട്ടരും ഞാൻ എത്തിയിട്ടുണ്ട്. ഇനി അവരെ സ്വീകരിക്കുന്ന ചടങ്ങാണ്. അതിന് അമ്മയും കുടുംബക്കാരും എല്ലാവരും വിളക്കൊക്കെ പിടിച്ച് താലമൊക്കെ പിടിച്ച് വന്ന് ചെക്കനെ അനുഗ്രഹിച്ച് അകത്ത് കയറ്റണം. എങ്ങനെയൊക്കെയാണ് ചടങ്ങ് കാര്യമായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ബന്ധുക്കളെല്ലാം വിളക്കും താലമൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെക്കൻ്റെ പേര് അർജുൻ എന്നാണ് കേട്ടോ. അജു എന്ന് ഞങ്ങൾ വിളിക്കും. എന്തായാലേ ലുക്ക് ഇത്ര ലുക്കൊന്നുമില്ല കേട്ടോ. ഇത് കല്യാണത്തിന് വേണ്ടി ബ്യൂട്ടീഷ്യൻ ചെയ്താന്ന് തോന്നുന്നു. അല്ലാത്ത കോലം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ആ ചടങ്ങെല്ലാം കഴിഞ്ഞു. ഇവർക്ക് പോകാനുള്ള ഉദ്ദേശമില്ലാന്ന് തോന്നുന്നു. അർജുൻ മണ്ഡപത്തിലേക്ക് കയറി. സ്നേഹൻ്റെ അർജുൻ്റെ ഒരുപാട് നാളത്തെ ഒരാഗ്രഹമാണ് ഇതാ ഇവിടെ ഇപ്പോൾ സഫലമാകാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം കണ്ടു നിൽക്കുന്നവർക്കും അവർക്കും. അങ്ങനെ സ്നേഹ ഇതാ അത് മണ്ഡപത്തിലെത്തി. ഞങ്ങളവിടെ നിന്ന് പോകുന്നവരെ മൊത്തം സെൻസസ് എടുക്കുക. സ്നേഹൻ്റെ കൂടെ കഴിഞ്ഞാൽ പിന്നെ ഞാനാന്നാ പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെ അവർ കെട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ. വന്നിപ്പോൾ എല്ലാവരെയും കല്യാണം കഴിഞ്ഞു. ഞാൻ മാത്രമേ ഇങ്ങനെ സമാധാനത്തോടെ നടക്കുന്നുള്ളൂ എന്ന് തോന്നുന്നു. ആർക്കും കണ്ടുപിടിക്കുന്നില്ല, എന്ത് ചെയ്യാനാ. അങ്ങനെ ഇതാ ഏകദേശം താലികെട്ടലൊക്കെ ആയിട്ടുണ്ട്. അപ്പം സ്നേഹേൻ്റെ അമ്മയും അച്ഛനും അനിയത്തിയും അതുപോലെ തന്നെ അജുവിൻ്റെ അമ്മയും അച്ഛനും പെങ്ങളുമാണ് സ്റ്റേജിൽ. എത്ര പറഞ്ഞിട്ടും സ്നേഹൻ്റെ കഥ അങ്ങോട്ട് തീരണില്ല എന്ന് തോന്നുന്നു. അങ്ങനെ താലികെട്ടൽ ചടങ്ങ് കഴിഞ്ഞു അതിഗംഭീരമായിട്ട് തന്നെ. ഇനി ഇതാ ഫോട്ടോയ്ക്കുള്ള പോസാണ്. ഇതൊക്കെ വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ ഉണ്ടാവണമല്ലോ. അപ്പോൾ പിന്നെ അവർ പറയുന്നോണം നിന്ന് കൊടുക്കല്ലാതെ വേറെ ഒരു വഴിയുമില്ല. ഇനിയുള്ളത് മാലയിടൽ ചടങ്ങാണ്. അപ്പം അതിനു വേണ്ടി 2 ആളും എഴുന്നേറ്റു.
പക്ഷേ ഞങ്ങളെ പിന്നാമ്പുറം കാണിച്ചായിപ്പോയി മാല ഇടാനുള്ള നിപ്പ്. എന്ത് ചെയ്യാനാ, ദിക്കൊക്കെ നോക്കിയിട്ട് വേണമല്ലോ ഈ ചടങ്ങൊക്കെ നടത്താനും. അപ്പോൾ പിന്നെ ഞങ്ങൾ അതിലങ്ങ് ആശ്വസിച്ചു. അങ്ങനെ മാലയിടലൊക്കെ കഴിഞ്ഞ് പിന്നെ മണ്ഡപം ഒരു 3-4 വട്ടം ചുറ്റിയാച്ചു. കൂടുതൽ ചുറ്റിയൊന്നും ഞങ്ങൾക്കൊരു സംശയമുണ്ട്. കല്യാണം വീട്ടിൽ നിന്ന് തന്നെയാണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കുറേ നാളിന് ശേഷമാണ് ഇതേപോലൊരു കല്യാണം കൂടുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഇനിയിപ്പോൾ കല്യാണം കഴിക്കാനുള്ള കുറച്ച് ആൾക്കാർ ഇതാ ഞങ്ങളൊക്കെയാണ്. ഇത് ബാക്കിൽ തന്നെ കല്യാണം കഴിഞ്ഞിട്ടു. എന്താ രണ്ടാളെ മുഖത്തുള്ളൊരു സന്തോഷവും ചിരിയും ഒക്കെ അല്ലേ. ഇനി ഈ ചടങ്ങൂടെ കഴിഞ്ഞാൽ രണ്ടാളും പരസ്പരം ബൊക്ക കൊടുക്കുന്ന ചടങ്ങാണ്. ഇവരുടെ മാലയും ബൊക്കയും കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പണ്ടൊക്കെ ആണെങ്കിലും ഒരു ചുമന്ന റോസയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴൊക്കെ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ഇറങ്ങി. ഈ ചടങ്ങൂടെ കഴിഞ്ഞാൽ അടുത്ത് ഫോട്ടോ എടുക്കൽ പരിപാടിയായിരുന്നു. ആ ഫോട്ടോ എടുക്കൽ പരിപാടി ഒരു 1.5 പരിപാടിയായിരുന്നു. ക്യൂ നിന്നൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഫോട്ടോ എടുത്തത്. ഇനി ഫോട്ടോയും കൂടെ എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പോകാൻ. അല്ലെങ്കിൽ ഫുഡ് കഴിച്ച് വന്നാൽ പിന്നെ ഞങ്ങൾ ആ കോലം മാറും. അപ്പോഴേക്കും സമയം കുറയാകും. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടായാലും ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടേ പോകുമെന്ന് വിചാരിച്ചു. അല്ലെ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളെ ഫോട്ടോ കിട്ടില്ലല്ലോ. അങ്ങനെ എല്ലാവരെയും കാത്തിരിപ്പിന് ശേഷം ഞങ്ങളും ഫോട്ടോസ് എടുത്ത് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ വായി നോക്കി നിന്നു കേട്ടോ. ഇനി വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ നമുക്ക് പറ്റിയേ. അങ്ങനെ ഇതൊക്കെ അജുവിൻ്റെ സ്നേഹിൻ്റെയൊക്കെ ഫ്രണ്ട്സാന്ന് തോന്നുന്നു. ഇത് ഫുൾ അജുവിൻ്റെ അവിടുത്തെ ആൾക്കാരാണ്. ഇവരെല്ലാവരും ഒരേ കോസ്റ്റ്യൂമിലൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഇത് വെറും തുടക്കം മാത്രം. ഇവർ പോകുമ്പോഴായിരുന്നു ഇതിന് വലിയ പരിപാടി. നമുക്ക് പുറകെ പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മാത്രം ഞങ്ങൾ പോയി. മോനെ കുറച്ച് ചോറിട്ടെ. ഓ ചേട്ടാ കുറച്ച് ചോറിട്ടെ. വേണ്ട. ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട്. വേണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ വന്നപ്പോഴേക്കും സ്നേഹയും അർജുനും ഞങ്ങൾ ഓപ്പോസിറ്റിൻ്റെ വന്നിരിപ്പുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും വന്ന് അവരെ വെറുപ്പിക്കുന്ന പരിപാടിയായിരുന്നു. പായസത്തിൽ ഉപ്പ് കലക്കി കൊടുക്കുക, അങ്ങനത്തെ ഒരുപാട് പരിപാടികളുണ്ട്. അങ്ങനെ ഏകദേശം ഇതാ ഞങ്ങൾ ഊഴമായിട്ടുണ്ട്. ഇതേ പുളിയിഞ്ചിയും അച്ചാറും ശർക്കരപ്പേരിയും അവിയലും ഉപ്പേരിയും അങ്ങനെ തുടങ്ങി കുറേ വിഭവങ്ങളുണ്ടായിരുന്നു. ഒപ്പം ചോറും പിന്നെ സാമ്പാർ. ഒരമ്മ പറ്റാളിയന്മാരാന്ന് പറയുക. കുറേ നാളായി സദ്യ എല്ലാം കഴിച്ചിട്ട്. അപ്പം നല്ല ആസ്വദിച്ച് അങ്ങ് കഴിച്ചു. ഏറ്റവും അവസാനം എഴുന്നേറ്റും ഞാൻ. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ക്ഷീണിച്ചു. ഇനി ഞങ്ങൾ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോഴേക്കും ഇവർ ഏകദേശം പോകാനായിരുന്നു. പിന്നെ ചെറിയ കരച്ചിലും സ്നേഹ പിന്നെ സങ്കടം ഉണ്ടെങ്കിൽ കൂടെ വലുതായിട്ട് കരയാൻ നിന്നില്ല. അമ്മയാണെങ്കിലും അമ്മയാണെങ്കിലും ചെറുതായിട്ടൊക്കെ കരഞ്ഞു. പിന്നെ അവരെല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഒരു ഫോട്ടോസൊക്കെ എടുത്ത് അവരങ്ങ് ഇറങ്ങാനായി. അജുവിൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയായിരുന്നു. അതുകൊണ്ട് ഇവിടെ നിന്ന് മുതൽ അവിടം വരെ അവരെ നടത്തിച്ചാണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ റോട്ടുമലയിൽ ഇറങ്ങിയതും പടക്കം പൊട്ടിക്കലും മറ്റ് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം രണ്ടാൾക്കും ഹാപ്പി മാരീഡ് ലൈഫ്. അങ്ങനെ അപ്പുറത്തുനിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അവരിതാ നമ്മളോട് യാത്ര പറഞ്ഞിട്ട് ചെക്കൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്.